ബാക്കിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പോർട്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ERTIGA ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഡാഷ്ബോർഡിന്റെ ആ ഒരു ഭാഗങ്ങൾ പെയിന്റിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ റിമൂവ് ചെയ്തതാണ്. അപ്പോൾ അത് ഫുൾ പെയിന്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾക്ക് അതിന്റെ പാർട്സ് റിമൂവും കാര്യങ്ങളും അതേപോലെ തന്നെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. ഇതിലടിക്കാൻ പോകുന്ന വൈറ്റ് കളർ സാധാ PU വൈറ്റ് കളർ തന്നെ അടിക്കണത്. ക്യാപ്സി PUവിൽ അടിക്കണത് കേട്ടോ. ക്യാപ്സി PU ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെയിൻ്റ് അല്ല. നമ്മളുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ നമ്മളെ വണ്ടി ഇനി ഫുൾ പെയിൻറ്റിങ് ചെയ്യാനുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ആ സ്ക്രാച്ചസും കാര്യങ്ങളും മെനഡും കാര്യങ്ങളൊന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ PU പെയിൻറ്റ് അടിക്കണത്. ആരും PU പെയിൻറ്റ് അടിക്കരുത്. കാരണം കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പോവും. അപ്പോൾ PU പെയിൻറ്റ് അടിക്കരുത്. ബേസ് അടിച്ച് ക്ലിയർ അടിക്കുന്ന പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. I miss the family I used to have. I feel like everything's so different now. Sitting by the fire as we'd watch the flames burn out. I miss the days I wasn't afraid. Now I always have my guard up. Hands on my face, I learned to cope with. നമ്മുടെ വണ്ടിയിൽ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ ഇതാണ് അതിൻ്റെ മൊഡ്യൂൾ കേട്ടോ. ഹമ്മാം എന്ന് പറഞ്ഞ കമ്പനിയുടെ റിവേഴ്സ് സെൻസറാണ് വരുന്നത്. ഇതിന് 1, 2, 3, 4 സെൻസറിൻ്റെ ഇതാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പവർ കണക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ റിവേഴ്സ് ഇടുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ റിവേഴ്സിൻ്റെ ലൈറ്റിൻ്റെ കൂടെയാണ് അതിൻ്റെ പവർ കണക്ട് ചെയ്തിരിക്കുന്നത്. സിംഗിൾ കപ്പിളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സൗണ്ട് ഇപ്പോൾ നമ്മളുടെ ഇത്രത്തോളമായി ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് കറക്റ്റായിട്ട് പറയും. ഇപ്പോൾ 1 മീറ്റർ 2 മീറ്റർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്പീക്കറിലേക്ക് കൊടുക്കുന്ന കണക്ഷനാണ് ഈ കാണുന്നത്. അങ്ങനെ 4 സെൻസറും ഒരു സ്പീക്കർ ഔട്ടും ഒരു 12 വോൾട്ടിൻ്റെ പോർട്ടുമാണ് വന്നിരിക്കുന്നത് അതിൽ.
അപ്പോൾ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാക്കിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പോർട്ടില്ല. പക്ഷേ നമ്മുടെ എർട്ടിഗയിലൊന്നും അത് വരുന്നില്ല. അപ്പോൾ അത് എന്തായാലും സെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പോർട്ട് വാങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ റേറ്റ് വരുന്നത് 349 രൂപയാണ്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യണം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിലാണ്. നമ്മുടെ ഏറ്റവും ബാക്ക് സീറ്റിൽ കൈയൊക്കെ വെക്കുന്ന ആ ഒരു ബോട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിലാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സാധനം വേണം. അതേപോലെ തന്നെ കുറച്ച് വയർ വേണം, ഇൻസുലേഷൻ കൂടിയുള്ള കുറച്ച് വയർ വേണം. അതേപോലെ ഗ്ലൂ ഗൺ വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാക്കിലെ ഒരു ചാർജിങ് ബോർഡ് നമുക്ക് സെറ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി അതാണ്. അപ്പോൾ നമ്മളുടെ സൈഡ് പാനൽ നമ്മൾ അയച്ചെടുത്തിട്ട് ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ആ സാധനത്തിൻ്റെ കൂടെ വരുന്ന ഒരു കവറാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റേ ഇത് കണക്ട് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്യാം. ഇതിട്ട് കൊടുക്കാം. അതിൻ്റെ ബാക്കിൽ ടൈറ്റ് ചെയ്യാം. ഫുൾ ടൈറ്റ് ചെയ്യാം. റൈറ്റ്. അപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ചാർജിങ് പോർട്ട് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇത് കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഓക്കെ, ബാക്കിൽ ഇതേപോലെ ഇരിക്കും. അപ്പോൾ നമ്മളുടെ കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തു. നമ്മളുടെ ഈ റൂഫ് ലൈറ്റ് ഉണ്ട് ഇവിടെ റൂഫ് ലൈറ്റ് വരുന്നുണ്ട്. ഈ റൂഫ് ലൈറ്റിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ റൂഫ് ലൈറ്റിൽ നിന്ന് 2 കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഗ്ലൂ ഗൺ ഈ സാധനം എന്തിനാണ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിവിടെ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ കമ്പനി കപ്ലർ കട്ടിങ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്ലറിന് പിന്നീട് പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് വീണ്ടും ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു കണക്ഷൻ എടുത്താൽ പോലും ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അത് ഫിക്സ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേപ്പ് ഉപയോഗിക്കാൻ ബെറ്റർ. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാൽ പിന്നെ ഒരു ഇൻസുലേഷൻ നല്ലൊരു ഇൻസുലേഷൻ വന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണക്ട് ചെയ്ത് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കണക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അത് കാണുന്നുണ്ടെന്ന് ഓക്കെ. ഈ 2 കണക്ഷൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ 2 നമ്മൾക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ ബാക്കിൽ ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇലക്ട്രിക് പോർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വർക്കിംഗ് ആണോ നമ്മൾ നോക്കണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമ്മളുടെ ഫോൺ എടുക്കാം, കുത്താം കേട്ടോ. വർക്കിംഗ് ആണ്. ചാർജ് ഓക്കെ. അപ്പോൾ നമ്മളുടെ ബാക്കിലും ഒരു ചാർജറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് ഫ്രണ്ടിലുണ്ട്, പക്ഷേ എല്ലാവരും ഇപ്പോൾ ബാക്കിൽ 7 ആൾ സഞ്ചരിക്കുന്ന വാഹനം. അപ്പോൾ എല്ലാവരും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോയി ലോങ് ഒക്കെ പോകണമെങ്കിൽ ചാർജ് ഇത് തന്നെങ്കിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല ഉപകാരമുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഉപകാരമാണ്. ജസ്റ്റ് ഈ ഒരു കപ്ലറും കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിട്ട് ഏകദേശം ഒരു 10-200 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിട്ടും. അപ്പോൾ അതും കൊടുത്ത് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. ചാർജ് ചെയ്യേണ്ടവർക്ക് ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് എയർ അടിക്കണം, വണ്ടിക്ക് എയർ അടിക്കണം, അങ്ങനത്തെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൽ കണക്ട് ചെയ്യാം. ബാക്കിൽ നിന്ന് സിമ്പിളായിട്ട് എയർ അടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ ബമ്പർ പെയിൻറ്റിങ് ചെയ്തു, അതേപോലെ നമ്മൾ ഈ ഒരു സാധനം സെറ്റിങ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.